വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാധു ക്രിയേറ്റീവ്സ്. ഗുഡ് മോർണിംഗ്, എല്ലാവരും സുഖമായിരിക്കുന്നു. സോ ഇന്നലെ ഞാൻ എൻ്റെ വീട് എത്തിയിട്ടോ. റിക്കീനെയൊക്കെ കാണിച്ചൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ ഇന്നൊരു ഓർമ്മ പുതുക്കൽ, അല്ലെങ്കിൽ ഞാനൊരു ഓൺലൈനിൽ രണ്ട് മൂന്ന് ബുക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിനെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാട്ടോ. അത് എല്ലാവർക്കും അറിയുന്ന ഒരു പുസ്തകം തന്നെയാട്ടോ. അതായത് KR മീരയുടെ ആരാച്ചാർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഇത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം എത്ര നല്ലൊരു പുസ്തകമാണെന്ന്. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കോട്ട്സ്, അതായത് ലൈൻസ് ഞാൻ പണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വായിക്കാം കേട്ടോ ഞാൻ. രണ്ടാം അധ്യായത്തില് പേജ് നമ്പർ മൂന്നാം അധ്യായത്തില് പേജ് നമ്പർ 21 എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വരികളാട്ടോ. വരികളല്ല, ഒരു സെന്റൻസസ്, കുറേ സെന്റൻസസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പേന വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണേ. എൻ്റെ ചിന്തകളിലെല്ലാം അയാൾ മാത്രമായിരുന്നു. കയ്യെത്തും ദൂരത്ത് അയാളുണ്ടെന്ന ഓർമ്മ ഹൃദയത്തിൽ തരിപ്പുണർത്തി. പുലർച്ചെ പുഷ്പചന്തയായ മല്ലിക്കാട്ടിൽ നിന്ന് സ്ട്രാൻഡ് റോഡ് വഴി ശ്മശാനത്തിന് മുമ്പിലെ കടകളിലെ പുഷ്പവണ്ടികൾ ഇരുമ്പിയപ്പോൾ തന്നെ ഞാൻ ഉണർന്നു. TV ഓൺ ചെയ്തു. എൻ്റെ പ്രാർത്ഥന പോലെ വാർത്തയ്ക്കിടയിൽ അയാൾ പ്രത്യക്ഷനായി. മൈക്ക് പിടിച്ച് അയാൾ പറഞ്ഞതൊന്നും മനസ്സിൽ പതിഞ്ഞില്ല. പക്ഷേ അയാളുടെ ശബ്ദം എന്നെ ദുർബലയാക്കി. ഞാൻ അയാളെ നേരിൽ കാണാൻ ആഗ്രഹിച്ചു. കാണുമ്പോൾ പറയാനുള്ളത് ഹൃദയത്തിൽ ഉരുവിട്ടു. വിത്ത് പൊട്ടി, മുള വീശി, ഇലകൾ വിരിയുന്നത് ശരീരം അനുഭവിച്ചു. എല്ലാം പുതിയതായിരുന്നു. അയാളുടെ റിപ്പോർട്ട് അവസാനിച്ചതും ഞാൻ നെടുവീർപ്പോടെ TV നിർത്തി. ഏതോ വണ്ടി പങ്കജ മല്ലിക്കിന്റെ ഐ ബഹാർ ആജ് എന്ന ഗാനം ഉച്ചത്തിൽ കേൾപ്പിച്ച് കടന്നുപോയി. അത് കേട്ട് രാമുദ കണ്ണു തുറക്കാതെ തലയാട്ടി താളം പിടിച്ചപ്പോൾ എൻ്റെ കൈകൾ വീണ്ടും TVക്ക് നേരെ നീണ്ടു. ആഹ്ലാദം എന്നെ അസ്വസ്ഥയാക്കി. ആ നേരത്താണ് പുറത്തൊരു ഗർജനം കേട്ടത്. ഗൃദ്ധാദ, നിങ്ങൾക്കെന്താ പ്രാന്താണോ? ഞാൻ അടുക്കളയിലേക്ക് നടന്ന് ജനാല വഴി എത്തി നോക്കി. 120 ആണ്ട് പഴക്കമുള്ള ഭവിഷ്യത്തിന്റെ എഡിറ്റർ മനോബെ ബോസ് ആയിരുന്നു അത്. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ സംഭ്രമാദരങ്ങൾ നിറഞ്ഞിരുന്നു. അവൾ ചെറിയ കുട്ടിയല്ലേ, ഇത്തരമൊരു അവസ്ഥയിൽ അവളെ എത്തിക്കേണ്ടിയിരുന്നില്ല. അദ്ദേഹം അച്ഛനെ ശകാരിച്ചു. കിണറ്റിൽ വീണ കടുവയുടെ അലർച്ച പോലെ അലയടിക്കുന്ന തരം ശബ്ദമായിരുന്നു അത്. ചിത്പൂർ റോഡിൽ ഠാക്കൂർ ബാഡിയുടെ തൊട്ടടുത്ത മൃദംഗക്കടുക്ക് പിന്നിലാണ് ഭവിഷ്യത്തിന്റെ ഓഫീസ്. അപ്പൊ ഇതായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന വരികളായിരുന്നു കേട്ടോ. ഞാൻ അതില് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ വേറൊരു പുസ്തകം കൂടി പരിചയപ്പെടുത്താട്ടോ. അതൊന്ന് വന്നിട്ട് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഇന്റർപ്രിറ്റേഷൻസ് ഓഫ് ഡ്രീംസ്, അതായത് സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം കേട്ടോ. ഞാൻ ആക്ച്വലി ഈ ബുക്ക് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മുടെ ഒരു ട്യൂട്ടർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇങ്ങനെ നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു ബുക്ക് ഉണ്ട്, അതിൽ സ്വപ്നങ്ങൾ എങ്ങനെയാണ് മനുഷ്യന് കാണുന്നത് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് കുറേ അങ്ങനത്തെ ബുക്കൊന്ന് വായിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ലൈബ്രറിയിലൊക്കെ പോയിട്ട് തപ്പിയിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ആ ടൈമിൽ അത് പോയപ്പോൾ എന്താ ആരും എടുത്തോണ്ട് പോയി തോന്നുന്നു പെട്ടെന്ന്. അതുകൊണ്ട് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു PG ഒക്കെ കഴിഞ്ഞ ഒരു ബുക്ക്, എന്നാലും കൊറോണയൊക്കെ അല്ലേ, അപ്പോൾ വെറുതെ ഇരിക്കല്ലേ പറഞ്ഞ് ഒരു ടൈം പാസിന് വായിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇത് മേടിച്ചു കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ബുക്കാട്ടോ. ഇതൊക്കെ ഫ്ലിപ്കാർട്ട്, നമുക്കിങ്ങനെ ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിന് അവൈലബിൾ ആണ്. അതുകൊണ്ട് ബുക്ക് സ്റ്റാൾസിലൊക്കെ പോയി മേടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ. പിന്നെ ഇത് റിക്കി അവിടെ നിലവിളിക്കുന്നുണ്ട്. അവനിത് ഫുഡിന്റെ ടൈമായി. അപ്പം ഞാനൊന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഈ വീഡിയോ കുറച്ചൊന്ന് പ്രൊലോങ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് റിക്കിക്കൊന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് വരാം കേട്ടോ.